ഹായ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാനുള്ള ഡിസൈന് നമ്മൾ എങ്ങനെയാണ് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളെ ഫോൺ എടുത്തിട്ട് ഫോണിൽ പേപ്പർ കോപ്പി എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് നമുക്കിനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗാലറി ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഗാലറിയിൽ ലാസ്റ്റ് കാണിക്കുന്ന പിക്ചറാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഏത് പാറ്റേൺ ആണോ നമ്മളെ ഗാലറിയിലുള്ളത് ആ പാറ്റേൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പിക്ചറാണ് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാനുള്ളത്. അപ്പം ഇതൊരു ചെറിയ പിക്ചറാണ്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചൊരു വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സ്ക്രീൻ ഇവിടുന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം സ്ക്രീൻ ഇവിടെ ലോക്കായി. ഇനി നമ്മൾ എന്ത് ചെയ്താലും സ്ക്രീന് പിന്നെ പോവില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ബട്ടർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതിന് മുകളിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഡിസൈന് ഇതുപോലെ വരച്ചെടുക്കുക. അങ്ങനെ ഇവിടെ ഇത് ഞാനൊരു ഡെമോക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും വരയ്ക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അപ്പുറത്തുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ എങ്ങനെയാണ് ഇതിലേക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ പിക്ചർ അൺലോക്ക് ചെയ്യണം. അതിന് നമ്മളെ ഫോണിൻ്റെ വോളിയം ബട്ടന് നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അൺലോക്കായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ പിക്ചർ നേരെ ഇങ്ങോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച അതേ ആ ഒരു സെൻറ്റർ ഭാഗം ഇതാക്കുമ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായി കിട്ടി. ബാക്കി ഭാഗങ്ങളും കൂടെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ നല്ല ക്ലിയറായിട്ട് എന്താ പറയുക എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് ഡിസൈൻസ് നമ്മൾ വരച്ചെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഒരു പാറ്റേൺ നമ്മളിപ്പം വരച്ചെടുത്ത ഈ പാറ്റേൺ നമ്മളെങ്ങനെയാണ് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യാന്നുള്ളതും കൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്ലോത്ത് എടുക്കുക. ക്ലോത്ത് വെച്ചതിൻ്റെ മുകളിൽ നമ്മുടെ യെല്ലോ കാർബൺ പേപ്പർ വെക്കുക. വെച്ചതിൻ്റെ ശേഷം ഏകദേശം നിങ്ങൾക്ക് ഏത് സൈഡിലാണോ ഡിസൈന് വരേണ്ടത് ആ ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വരച്ചെടുക്കുക. ഞാനിതിൽ ലീഫും ഫ്ലവറൊന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിച്ചിട്ടില്ല. കാരണം ഞാനിതൊരു ഡെമോക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് ഇത്രേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ഈ ഭാഗം മറച്ച് നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് നമുക്ക് ഈ ഡിസൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ
ആണ് നമ്മൾ എംബ്രോയ്ഡറി പാറ്റേൺസ് വരച്ചെടുക്കേണ്ടത്. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓരോരുത്തരും ഓരോരുത്തരുടെ ഡൗട്ടും ചോദിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ഉപകാരമാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി വീഡിയോ 1-2 പ്രാവശ്യം കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. അതിനുള്ള കറക്റ്റ് ആൻസർ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.